ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി, പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരൻസ്, അച്ഛനും അമ്മയും അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെയാണ്. ഈ കുട്ടിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിച്ചു വരികയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഈ കുട്ടിയെ വലിയ ഗായികയാക്കണം, വലിയ പാട്ടുകാരിയാക്കണം, പ്രശസ്തയാക്കണം എന്നതൊക്കെയാണ് ഈ അച്ഛൻ്റെ അമ്മയുടെ മോഹം. പക്ഷേ ഈ 19-കാരി കുട്ടിക്ക് പെർഫോമൻസ് ആങ്സൈറ്റി, സ്റ്റേജ് ഫിയർ ആണ്. എന്നാൽ ഈ കുട്ടി വീട്ടിൽ വളരെ ഭംഗിയായിട്ട് പാട്ട് പാടുകയും അതിൻ്റെ സ്വകാര്യതയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ സംഗതികളോടുകൂടി റെക്കോർഡ് ഒക്കെ വേണം ചെയ്യാം. പക്ഷേ സ്വകാര്യതയിലായിരിക്കണം. തൻ്റെ മുറിയിൽ ആരും കാണാത്ത അവസ്ഥയ്ക്ക് തനിക്ക് സെക്യൂർഡ്, പ്രൊട്ടക്റ്റീവ് എന്നുള്ള ഫീലിങ്ങിൽ ചെയ്യാൻ ഓക്കെയാണ്. നല്ല മിടുക്കി കൊച്ചാണ്. അങ്ങനെ ഈ കുട്ടിയെ നമ്മൾ മൈൻഡ് സെർച്ച്, റിഗ്രഷന് വിധേയമാക്കിയപ്പോൾ നമ്മുടെ റിലാക്സേഷൻ ടെക്നിക്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ കുട്ടിക്ക് ഇങ്ങനെ കുഞ്ഞുനാൾ മുതലേ ശാസ്ത്രീയ സംഗീതവും മറ്റുമൊക്കെ പരിശീലനം കൊടുത്തു വരികയാണല്ലോ. അതിൽ ഒരുത്തൻ ഈ കുട്ടിക്ക് ഏതാണ്ട് ഒരു 8 വയസ്സ് പ്രായം സമയത്ത് അവൻ്റെ ചെറിയ ഒരു മോശമായ വർത്തമാനവും സ്പർശനവും ഈ കുട്ടിയിൽ വല്ലാത്തൊരു ഭയം സൃഷ്ടിച്ചിരുന്നു, ഒരു വിറയൽ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അന്ന് ആ കൊച്ചു പ്രായത്തിൽ അതിനത്ര ഇതിനെക്കുറിച്ച് അറിയില്ല, വീട്ടുകാരോട് പറഞ്ഞതുമില്ല. കാരണം അതിന് ഭയപ്പാടായിപ്പോയി. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ, ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഹിഡനായിട്ട് ഒളിഞ്ഞു കിടന്ന ഈ ഫിയർ ആയിരുന്നു ഈ 19-കാരി കുട്ടിക്ക് തൻ്റെ ഇത്രയും നല്ലൊരു കഴിവ്, പാടാനുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഭയപ്പാട് സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ വളരെ സിമ്പിളായിട്ട്, ഇവിടെ മരുന്നില്ലല്ലോ, ഔഷധരഹിതമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ സാധിച്ചു. തുടർന്ന് അതിൻ്റേതായ ലെവലിൽ പിന്നെ ഓരോ വലിയ ഗായികയാവുക, വലിയ ഭയങ്കരമായ സംഭവമൊക്കെ തലയിലെഴുത്തും വേണം, തലവിധിയും കൂടി വേണം, ഭാഗ്യം വേണം. പിന്നെ നമ്മൾ നമ്മുടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളാൽ കഴിയുന്ന നമുക്ക് ഉയരാൻ സാധിക്കും, അതിന് സംശയമൊന്നുമില്ല. സമാനമായിട്ട് വേറൊരു ഇതുപോലെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ച്, മറ്റൊരു കേസ്. എനിക്ക് ഒരുപാട് തരം കേസുകളല്ലേ വന്നു പോകുന്നത്. പക്ഷേ ഈ ബാഹ്യമായിട്ടുള്ള ഉപദേശം, നിർദ്ദേശം കൊണ്ട് ഒരു കാര്യമില്ല. മാത്രമല്ല, വീട്ടുകാർ ഞാൻ ഇക്കാര്യം പറയുമ്പോൾ അതൊക്കെ മറന്നാൽ പോരെ, ചെയ്താൽ പോരെ, അങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ മറക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ തീവ്രവാദികൾ എങ്ങനെ ഉണ്ടാവുന്നത്? അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വല്ലാത്തൊരു നിഷേധ മനോഭാവം സമൂഹത്തിനോടും അല്ലെങ്കിൽ മറ്റ് ചില സമുദായങ്ങളോടും ഉണ്ടാകുന്നതല്ലേ തീവ്രവാദമായിട്ട് പരിണമിക്കുന്നത്. അങ്ങനെ മനുഷ്യ മനസ്സ് അനുഭവിച്ച് പോകുന്നത്, കടന്നു പോകുന്നതായിട്ടുള്ള പല മുദ്രണങ്ങളും ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിട്ട് അത് ദോഷം ചെയ്യും. ആരുടെ ജീവിതത്തിലാണെങ്കിലും, ഇനി എത്ര സൂപ്പർ അച്ചീവറാണെന്ന് പറഞ്ഞാലും അവരുടെ സ്വകാര്യതയിൽ പല കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇത്തരം പ്രൊസീജിയേഴ്സ്, നമ്മുടെ സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ഇത്തരം റിലാക്സേഷൻസ്, പ്രത്യേകിച്ച് നമ്മളോട് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസുകളുണ്ട്. വെറുതെ ഒരു വർത്തമാനം, ഒരു നിർദ്ദേശം നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലില്ല. മെഡിറ്റേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻഡിവിജ്വലായിട്ട് വ്യക്തികൾക്ക് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവരെ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, അവരെ ബെസ്റ്റാക്കും. എന്തായാലും ഈ പറഞ്ഞ 10ാം ക്ലാസ്സുകാരി കുട്ടിക്ക് ഡാൻസ് പെർഫോമൻസ്, ഉഗ്രനായിട്ട് നാട്യകല പഠിച്ച് വന്ന കുട്ടി. പക്ഷേ ഡാൻസ് പെർഫോമിംഗ് ആർട്ടല്ലേ, അതിലേക്ക് പബ്ലിക്കിലേക്ക് വരുമ്പോൾ ഈ കുട്ടിക്ക് പറ്റത്തില്ല. ഒടുക്കം കാരണം കണ്ടെത്തി വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിൻ്റെ 6 വയസ്സ് 7 വയസ്സ് ആ സമയത്ത് ഈ അധ്യാപിക ഉണ്ടല്ലോ, ഈ നാട്യ അധ്യാപിക, അപ്പോൾ ആ ലേഡി വേറൊരു കുട്ടിയോട് ചായവുണ്ട്, അതിൻ്റെ ഒരു ബന്ധു കുട്ടിയോട്. അപ്പോൾ ഈ കുട്ടി ശരിക്കും നല്ല, അതിനെക്കാട്ടിലും കഴിവുള്ള കുട്ടിയാണ്. പക്ഷേ അവരുടെ ഈ ദേശീയ പ്രകടനവും ഇത് ഈ കുട്ടിയെ വരട്ടലും ഭയപ്പെടുത്തലും
ഒത്തിരി ഉത്കണ്ഠ സൃഷ്ടിക്കുകയും ചെയ്തതായിരുന്നു ഈ കുട്ടിയിൽ പിൽക്കാലത്തും ആ ഒരു ഉത്കണ്ഠ ഉണ്ടാവുകയും അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്തു. എന്തായാലും നമുക്കിവിടെ പെർഫോമൻസ് ആങ്സൈറ്റി മാറ്റാനുള്ള വിദ്യകളുണ്ട് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ, മുഖത്തലയിൽ നമ്മുടെ സ്വന്തം പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ. അപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും നിങ്ങൾക്ക് പാട്ടോ ഡാൻസോ ഇപ്പം ഒരു വർത്തമാനം പറയണം, നിങ്ങൾക്കൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണം, എന്തിനും നമുക്ക് ആ ഒരു ഉത്കണ്ഠ മാറ്റുകയും കോൺഫിഡൻസ്, ആത്മവിശ്വാസം നേടുകയും ചെയ്യണം. അതിന് നമ്മിലുള്ള സെൽഫ് എസ്റ്റീം കൂട്ടണം. നമ്മിലെ ആത്മനിന്ദ, ആത്മവിമർശനം, ആത്മാഭിമാനം മാറ്റുക തന്നെ വേണം. അത് സ്വയം പറ്റത്തില്ല. നിങ്ങൾ വരികയും നേരിട്ടിരിക്കുകയും അതിനനുസരിച്ചുള്ള ചില രസകരമായിട്ടുള്ള ടെക്നിക്സുകളുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾക്ക് ഗുണം കിട്ടും, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് പെർഫോമൻസ് ആങ്സൈറ്റി മാറ്റാം, നിങ്ങൾ പെർഫോമൻസിൽ ബെസ്റ്റ് ആവും, ഏത് തരം പെർഫോമൻസ് ആണെങ്കിലും. വരിക.